പോളിംഗ് ബൂത്തുകളിൽ പോയവർക്കെല്ലാം അത് പ്രകടമായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പുകൾ കാണാത്ത വിധത്തിലുള്ള ഒരു ആവേശം, ഒരു താല്പര്യം ആളുകളുടെ മുഖത്ത് പ്രകടമായിരുന്നു. ഇത് നൽകുന്ന സൂചന ഭരണമാറ്റമാണ് എന്ന് UDF അവകാശപ്പെടുന്നു, അല്ല എന്ന് LDF പറയുന്നു. പക്ഷേ പൊതുവായി ഉള്ള വിലയിരുത്തൽ ഒരു ഭരണമാറ്റത്തിന് സൂചന തന്നെയാണ് എന്നാണ്. അതിൽ രസകരമായ ഒരു സംഗതി, ഇന്നലെ പോളിംഗ് കഴിഞ്ഞ വൈകുന്നേരം എന്നെ ഒരു മുൻ ചീഫ് സെക്രട്ടറി വിളിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ജോണെ, ഈ എക്സിറ്റ് പോള് റിസൾട്ട് എന്നാ വരിക? ഞാൻ പറഞ്ഞത് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ, ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പോളിംഗ് കൂടെ കഴിഞ്ഞിട്ട് ഇത് മെയ് ആദ്യം 1-2 വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ കേരളത്തിൽ അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് അറിയാൻ പറ്റില്ലേ എന്താണ് റിസൾട്ട് എന്നുള്ളത്. കാരണം എക്സിറ്റ് പോൾ റിസൾട്ട് മിക്കവാറും ശരിയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, അങ്ങേക്ക് എന്തിനാണ് ഇത്ര നേരത്തെ ഇത് അറിയുന്നത്? മെയ് 1 വരെ കാത്തിരുന്നുകൂടെ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി അതെന്നെ ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞത്, പിണറായി പോവുമോ ഇല്ലയോ, അത് മൂന്നാമതും വരുമോ എന്ന് എനിക്ക് അറിയണം. ഞാൻ ചോദിച്ചാൽ എന്തിനാ അറിയുന്നത്? അങ്ങേക്ക് പിണറായി വന്നാലും പോയാലും എന്താണ്, അങ്ങയുടെ പെൻഷൻ തടയപ്പെടുന്നില്ല, അങ്ങേക്കെതിരായിട്ട് LDF സർക്കാരിൻ്റെ കേസൊന്നുമില്ല, UDF സർക്കാർ വന്നിട്ട് അങ്ങേക്ക് പുതിയ പദവിയും വേണ്ട, പിന്നെ അങ്ങേക്ക് എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക താല്പര്യം? അപ്പോൾ അദ്ദേഹം എന്നെ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു. അദ്ദേഹം പറഞ്ഞത് പിണറായി മൂന്നാമതും വരുന്നു എന്നുള്ളത് എനിക്ക് എൻ്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. ഒരു മുൻ ചീഫ് സെക്രട്ടറി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക്